Welcome to our channel. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് +1 അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. +1 അലോട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എത്ര സ്കൂളുകൾ വേണമെങ്കിലും കൊടുക്കാം. അലോട്ട്മെന്റ് കിട്ടുന്ന സ്കൂളുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ടെമ്പററി ആയോ പെർമനന്റ് ആയോ ജോയിൻ ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ അവരെ പരിഗണിക്കുന്നതല്ല. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ആൻഡ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് സ്കൂളുകളിൽ ഡയറക്റ്റ് ആയി എത്തിക്കേണ്ടതാണ്. VHC കോഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്നവർ പ്രത്യേകം അപേക്ഷകൾ നൽകണം. മറ്റു ബോർഡുകളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് തുല്യത പരീക്ഷ പാസ്സായവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കൂടെ തുല്യത സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കൂടി ആവശ്യമാണ്. ഇനി ബോണസ് മാർക്കിന് അർഹരായിട്ടുള്ളവർ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും ഡിസേബിലിറ്റി ഉള്ളവർ മെഡിക്കൽ റിപ്പോർട്ട്സും കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അലോട്ട്മെന്റുകളിൽ 3 സ്റ്റേജുകളാണ് ഉള്ളത്. ആദ്യത്തേത് ട്രയൽ അലോട്ട്മെന്റ്, പിന്നീട് 3 പ്രധാന അലോട്ട്മെന്റുകൾ, അവസാനം സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ആദ്യത്തെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം സ്കൂൾ കോഴ്സ് ഡീറ്റെയിൽസ് എന്നിവ സ്റ്റേ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ആദ്യം അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടെമ്പററി ആയോ പെർമനന്റ് ആയോ അഡ്മിഷൻ എടുത്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യ ഓപ്ഷൻ തന്നെ കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ച് പെർമനന്റായി അഡ്മിഷൻ എടുത്തിരിക്കണം. 3 അലോട്ട്മെന്റുകളിലും സീറ്റ് ലഭിക്കാത്ത കുട്ടികൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. സീറ്റുകളിലെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് അനുസരിച്ച് അപേക്ഷകൾ പുതുക്കി അപേക്ഷിക്കേണ്ടതാണ്. അടുത്തുള്ള പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സംശയങ്ങൾക്കും വിവരങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.